1000 ശിരസ്, 1000 കണ്ണുകൾ, 1000 പാദങ്ങൾ എന്നാ. അപ്പം 1000 ശിരസ്സുണ്ടെങ്കിൽ 2000 കണ്ണ് വേണ്ടേ? ദൈവത്തിന് ഒറ്റ കണ്ണാണെന്നല്ല എൻ്റെ അർത്ഥം. മറിച്ച് ഈ സഹസ്രം എന്ന വാക്ക് BC 1500 അതിനു മുമ്പൊക്കെയുള്ള കാലത്തിൽ ഏതാണ്ട് അനന്തതയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. മനുഷ്യരുടെ സംഖ്യാബോധത്തിന് അന്ന് അത്രയൊക്കെ ആവശ്യമുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ കോടാനുകോടി എന്ന് പറയുന്ന സമയത്ത് വലിയൊരു സംഖ്യ എന്നല്ലാതെ ഇത്ര എണ്ണം എന്ന് സൂചിപ്പിക്കുന്നില്ലല്ലോ. എന്നതുപോലെ 999+1 എന്ന സുനിശ്ചിതാർത്ഥത്തിലല്ല, അനന്തമെന്ന സാമാന്യാർത്ഥത്തിലാണ് സഹസ്രം ഋഗ്വേദത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സഹസ്രശീർഷനായ ഒരാൾക്ക് സഹസ്രാക്ഷം മതി. കോടാനുകോടി ശിരസ്സുകളും കോടാനുകോടി കണ്ണുകളും എന്ന് പറഞ്ഞാൽ ഒരു വൈരുദ്ധ്യമില്ലല്ലോ. കാരണം കോടിക്ക് അവിടെ സുനിശ്ചിതത്വമില്ല. ഇന്ന് പക്ഷേ സഹസ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനന്തതാബോധം കിട്ടില്ല. കാരണം മനുഷ്യൻ്റെ സംഖ്യാബോധവും മാനുഷികമായ സാംഘിക സാധ്യതകളും വളരെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് സഹസ്രം ഒരു ഫിക്സഡ് എൻറ്റിറ്റി ആയിരിക്കുന്നു, അന്ന് അത് ഇൻഫിനിറ്റ് എൻറ്റിറ്റിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, സഹസ്രം കൊണ്ട് ദൈവത്തിൻ്റെ ശിരസിനെ സൂചിപ്പിക്കാമെന്ന് കരുതുന്നത് കൃത്യം 1000 ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് അനന്തതയ്ക്ക് അന്ന് 1000 മതിയായിരുന്നു, ഇന്ന് അനന്തതയ്ക്ക് 1000 വലിയ എന്നതുകൊണ്ടാണ്. ഇങ്ങനെ നമ്മുടെ സംഖ്യാബോധമാകട്ടെ, നമ്മുടെ സാമൂഹ്യ സിദ്ധാന്തങ്ങളാകട്ടെ, നമ്മുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളാകട്ടെ, ഇതിലൊക്കെ ഏറിയും കുറഞ്ഞും ഇത്തരത്തിലുള്ള സാമൂഹിക താല്പര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തോമസ് ഹോബ്സ് എന്ന് പറയുന്ന ആളുണ്ടാക്കിയ ഒരു ഭരണകൂട സങ്കല്പമാണ്, സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഒരു ഭരണകൂട സങ്കല്പമാണ് ഇപ്പം നമ്മൾ കൊണ്ടു നടക്കുന്നത്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഹോബ്സിയൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോബ്സ് മുമ്പോട്ട് വയ്ക്കുന്ന വാദം എല്ലാ മനുഷ്യരും സ്വാർത്ഥരാണ്, അവരവരുടെ താല്പര്യങ്ങളാലാണ് എല്ലാവരും നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും താല്പര്യങ്ങൾ അന്യോന്യം സംഘർഷത്തിലാണ്. ഞാൻ എനിക്ക് വേണ്ടിയും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളുന്നു. അതിനെ സമ്പൂർണമായി അങ്ങനെ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ സമൂഹത്തിൻ്റെ സ്വഭാവം ഓൾ എഗെയിൻസ്റ്റ് ഓൾ എന്നതായിരിക്കും. അങ്ങനെ അത് സമൂഹത്തെ മൊത്തം കയോട്ടിക്കാക്കും, വലിയ അരാജകത്വത്തിലേക്ക് നയിക്കും. അതില്ലാതാകാൻ എന്ത് ചെയ്യണം? അതില്ലാതാകാൻ ഹോബ്സ് പറഞ്ഞത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തണം. ഏതളവ് വരെ? മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് വിഘാതമാകാത്ത മട്ടിൽ പരിമിതപ്പെടുത്തണം. അങ്ങനെ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് വിഘാതമാകാത്ത മട്ടിൽ എൻ്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ പരിമിതപ്പെടുത്തുന്നു, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങളും പരിമിതപ്പെടുത്തുന്നു. ഈ പരിമിതപ്പെടുത്തപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ ഇതിൻ്റെ കസ്റ്റോഡിയനായിട്ട് നമ്മൾ മറ്റൊരു സംവിധാനത്തെ പ്രതിഷ്ഠിക്കുന്നു. ഇതാണ് ഭരണകൂടം. എന്നിട്ട് ഈ ഭരണകൂടത്തോട് നമ്മൾ പറയുന്നു, ഈ അതിർത്തിക്ക് അപ്പുറത്തേക്ക് ഇയാളും പോകരുത്, ഈ അതിർത്തിക്ക് അപ്പുറത്തേക്ക് മറ്റേയാളും പോകരുത്. അതായത് നാം നമ്മുടെ സ്വാതന്ത്ര്യത്തെ അന്യോന്യം ഹനിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് മുകളിലുള്ള ഒരു പരമാധികാര ശക്തി ഏൽപ്പിക്കുകയും അതിന് കീഴ്പ്പെട്ട് നമ്മൾ വ്യക്തികളായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഭരണകൂട സങ്കല്പം ഗാന്ധി ഇതിന് അടിമുടിയെതിരായിരുന്നു. ഗാന്ധി പറഞ്ഞത് ഇത് സാമൂഹ്യ വിരുദ്ധമാണ്. ഗാന്ധിയുടെ പൊസിഷൻ വളരെ ക്ലിയറാണ്. ഗാന്ധി പറഞ്ഞത് ഏതാണ്ട് എംഗൽസ് പറഞ്ഞതുപോലെയാണ്, മനുഷ്യർക്കിടയിൽ സ്വാർത്ഥമുണ്ട് എന്ന് പറയുന്നത് പോലെ മനുഷ്യർക്കിടയിൽ പരിത്യാഗവുമുണ്ട്. സാക്രിഫിഷ്യലാണ് മനുഷ്യർ. മറ്റൊരാൾക്ക് വേണ്ടി സ്വയം നശിക്കാനും ത്യജിക്കാനും മനുഷ്യന് ശേഷിയുണ്ട്. എല്ലാ മനുഷ്യരിലുണ്ട്, രക്തസാക്ഷികളിൽ മാത്രമല്ല. അപ്പം അദ്ദേഹം പറഞ്ഞത് പരിത്യാഗത്തിൻ്റെ ഏറ്റവും നല്ല എക്സ്പ്രഷൻ ഏതാണ്? വാത്സല്യം. വാത്സല്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ മറ്റൊരാൾക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നതാണ്. കുമാരനാശാൻ കവിതയിൽ പറയില്ലേ, അമ്മ തൻ നെഞ്ഞി ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂ അമൃതാക്കും മൈത്രി. ചോരയാണ് മുലപ്പാലായി വരുന്നത്. ചോരയെ മുലപ്പാലാക്കുന്നത് സ്നേഹമാണ്. അങ്ങനെ ചോരയെ മുലപ്പാലാക്കുന്ന സ്നേഹം എന്നതുപോലെ തന്നെ ബലി കൊടുത്ത് മറ്റൊന്നിന് വളമായി തീരാനുള്ള ശേഷി മനുഷ്യനിൽ സഹജമായിട്ടുണ്ട്. അതിനെയാണ് അദ്ദേഹം സാക്രിഫിഷ്യൽ വാല്യൂസ് എന്ന് പറഞ്ഞത്. ഈ സാക്രിഫിഷ്യൽ വാല്യൂസും മനുഷ്യനിലുണ്ട്, സെൽഫിഷ്നെസ്സും ഉണ്ട്. ഇതിൽ സാക്രിഫിഷ്യലായി പൊട്ടൻഷ്യലിനെ ഉയർത്തിപ്പിടിക്കാതെ സെൽഫിഷ്നെസ്സിനെ മനുഷ്യ സമൂഹത്തിൻ്റെ സംഘാടനത്തിൻ്റെ അടിസ്ഥാന തത്വമാക്കുകയാണ് ഹോബ്സിയൻ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹോബ്സിയൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മനുഷ്യവിരുദ്ധമാണ്. നമ്മൾ ഗാന്ധി പൊട്ടനാണെന്നാണ് പൊതുവെ കരുതാറ്. ഞാൻ പറഞ്ഞത് ഗാന്ധിയുടെ വിമർശനം ചെറിയ വിമർശനമൊന്നുമല്ല. ആധുനിക രാഷ്ട്രഘടനയ്ക്കെതിരെയുള്ള ഏറ്റവും ആഴമുള്ളൊരു വിമർശനം ഗാന്ധിയുടെയാണ്. കാരണം അത് മനുഷ്യനെ സ്വാർത്ഥത്തിൽ അധിഷ്ഠിതമായ ഒന്നായിട്ട് കാണുന്നു. മനുഷ്യനിൽ സ്വാർത്ഥം ഇല്ല എന്നല്ല ഗാന്ധി പറയുന്നത്, മനുഷ്യനിൽ പക്ഷേ പരിത്യാഗമുണ്ട്. മനുഷ്യനിലുള്ള പോസിറ്റീവായ വാല്യൂവിനെ കാണാതെ മനുഷ്യനിലുള്ള നെഗറ്റിവിറ്റിയെ സാമൂഹ്യ സംഘാടനത്തിൻ്റെ അടിസ്ഥാനമാക്കുന്നു.
മറിച്ച് പോസിറ്റിവിറ്റിയെ നിങ്ങൾ അടിസ്ഥാനമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹത്തെയും വാത്സല്യത്തെയും സാഹോദര്യത്തെയും അല്ലെങ്കിൽ അംബേദ്കർ പറഞ്ഞ മൈത്രിയെയും ഒക്കെ സാമൂഹ്യ സംഘടനത്തിൻ്റെ ആധാരമാക്കും. ഇത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലുണ്ട് കേട്ടോ. ഫ്രറ്റേണിറ്റി, ദാറ്റ് മീൻസ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്നത് നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻസിൽ ഇല്ലാത്ത അംബേദ്കർ ആമുഖത്തിൽ സവിശേഷമായി കൂട്ടിച്ചേർത്ത ഒരു വാക്യമാണ്. 1946 ഡിസംബർ 13 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നെഹ്റു അവതരിപ്പിക്കുന്നത്. അതിൽ ഈ വാക്യമില്ല. ആ റെസൊല്യൂഷനാണ് പരിഷ്കരിച്ച് ആമുഖമാക്കിയത്. ആമുഖമാക്കിയപ്പോൾ അംബേദ്കർ സ്വന്തം നിലക്ക് കൂട്ടിച്ചേർത്തൊരു കാര്യമാണ് ഫ്രറ്റേണിറ്റി. അതിൻ്റെ വിശദീകരണം ഇതാണ്: ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ഈ ഫ്രറ്റേണിറ്റി എന്ന ആശയം ചെറിയ ആശയമല്ല. എനിക്ക് തുല്യമായ അവകാശാധികാരങ്ങൾ നിങ്ങൾക്കും ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നതിൻ്റെ പേരാണ് സാഹോദര്യം. ഇപ്പം സാഹോദര്യം എന്നത് ഈ മേൽക്കീഴ് ബന്ധങ്ങൾക്കെതിരെ മനുഷ്യരിൽ പ്രവർത്തിക്കുന്ന ജനാധിപത്യപരമായ ഒരു തത്വമല്ല, ഒരു അനുഭൂതിയാണ്. സാഹോദര്യം ഒരു ആദർശമല്ല. സാഹോദര്യം നമുക്കിടയിലുള്ള തുല്യതാബോധം പ്രവർത്തിക്കുന്ന ഒരു ഫീലാണ്, ഒരു എക്സ്പീരിയൻഷ്യൽ വാല്യൂ ആണ്. ഈ എക്സ്പീരിയൻഷ്യൽ വാല്യൂവിനെ മുൻനിർത്തി വേണം സമൂഹത്തെ സംഘടിപ്പിക്കാൻ, അല്ലാതെ വ്യക്തികൾ സ്വാർത്ഥരാണ് എന്ന തത്വത്തെ അല്ല. എന്തുകൊണ്ട് പക്ഷേ ഹോബ്സിൻ്റെ ഈ സ്റ്റേറ്റ് വരുന്നു? ഹോബ്സിയൻ സ്റ്റേറ്റിൻ്റെ വേരെവിടെയാണ്? ഞാൻ ഉന്നയിക്കുന്ന പ്രോബ്ലം അതാണ്. ഹോബ്സ് മനുഷ്യർ സ്വാർത്ഥരാണ് എന്നുള്ള തത്വത്തിൽ രാഷ്ട്രസങ്കല്പം കെട്ടിപ്പടുത്തുന്നതുകൊണ്ടാണ്. ഇതുകൊണ്ടൊന്നും ഞാൻ ക്ലാസ് നിർത്തൂല. ഹോബ്സിൻ്റെ ഈ സ്റ്റേറ്റിനെ കുറിച്ചുള്ള കൺസെപ്ച്വൽ ഫ്രെയിം രൂപപ്പെടുന്നതിൻ്റെ പിന്നിലുള്ളത് ഓരോ വ്യക്തികളെയും അവരവരിൽ പൂർണ്ണരായി കാണുകയും, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, വ്യക്തികളെ സത്താപരമായ യാഥാർത്ഥ്യങ്ങളായി കാണുകയും ഈ വ്യക്തിസത്തകൾ തമ്മിലുള്ള മത്സരമാണ് സമൂഹ യാഥാർത്ഥ്യമെന്ന് കരുതുകയും ചെയ്യുന്ന ഒരു ഭാഗത്ത് ആധുനികതയുടെ യാഥാർത്ഥ്യ സങ്കല്പം, മറുഭാഗത്ത് മുതലാളിത്തത്തിൻ്റെ സാമ്പത്തിക യുക്തി. ആധുനികത യാഥാർത്ഥ്യങ്ങളെ കണ്ടതെങ്ങനെയാണ്? എസൻഷ്യലിസ്റ്റായിട്ട്. ഓരോ യാഥാർത്ഥ്യവും അതിൽ തന്നെ പൂർണ്ണമാണ്. അതിൽ തന്നെ പൂർണ്ണമായ യാഥാർത്ഥ്യത്തെ അതിനെ തന്നെ കൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കലാണ് ഈ ആധുനികതയുടെ ഡിസിപ്ലിനാരിറ്റി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഡിസിപ്ലിനാരിറ്റി എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവമേ അല്ല, യാഥാർത്ഥ്യത്തെ പഠിക്കാൻ നമ്മളുണ്ടാക്കിയ വഴിയാണ്. അവസാനം വഴി നമ്മളെ വിഴുങ്ങി. വാസ്തവത്തിൽ നമ്മൾ പെട്ട ഒരു വലിയ കുടുക്കം എന്താണെന്ന് വെച്ചാൽ, ഡിസിപ്ലിനറി അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് റിയാലിറ്റിയുടെ സ്വഭാവമാണ്. നോക്കൂ, യാഥാർത്ഥ്യത്തിന് ഒരു ഡിസിപ്ലിനും ഇല്ല. യാഥാർത്ഥ്യം വിഷയധാരണകൾക്ക് കുറുകെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. എല്ലാം ഒരുമിച്ച് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് പഠിക്കാനൊരു ക്രമം ഉണ്ടാക്കി. അവസാനം ക്രമം ഈ യാഥാർത്ഥ്യത്തെ വിഴുങ്ങുന്നതാണ് ഡിസിപ്ലിനാരിറ്റിക്ക് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സാഹിത്യം പഠിക്കുമ്പോൾ നരവംശാസ്ത്രം പഠിക്കുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ അതിലുണ്ടാവും. പക്ഷെ നമ്മൾ സാഹിത്യം മാത്രമേ പഠിക്കുകയുള്ളൂ.